അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ്സുകാർക്ക് നാളെ നടക്കാനിരിക്കുന്ന അക്കീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യത്തെ ചോദ്യം പൂർത്തിയാക്കാം. ഈമാൻ കാര്യങ്ങൾ എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈമാൻ കാര്യങ്ങളാണ് അവിടെ പൂർത്തിയാക്കേണ്ടത്. അള്ളാഹുവിലെ വിശ്വാസം എന്നവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തേത് എന്താണ്? മലക്കുകളിലെ വിശ്വാസം. 3 കിതാബുകളിലെ വിശ്വാസം. 4 മുർസലുകളിലെ വിശ്വാസം. 5 അന്ത്യനാളിലെ വിശ്വാസം. 6 ഖദറിലെ വിശ്വാസം. അപ്പോൾ ഇത് ഈമാൻ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം. എഴുതാനൊക്കെ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കണം. അടുത്ത ചോദ്യം നോക്കാം. ശരി അടയാളപ്പെടുത്തുക. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. മക്കയിൽ മദീനയിൽ എന്ന് തന്നിട്ടുണ്ട്. എവിടെയാണ് വഫാത്തായത്? മദീനയിൽ. അപ്പോൾ അവിടെ ശരിയിട്ട് കൊടുക്കുക. 2 അസ്രായിൽ മലക്കാണ് നബിയാണ്. എന്താണ് അസ്രായിൽ അലൈഹിസ്സലാം? മലക്കാണ് അല്ലേ? അപ്പോൾ മലക്കാണ് എഴുതിയതിൻ്റെ നേരെയുള്ള കള്ളിയിൽ ശരിയിട്ട് കൊടുക്കുക. 3 ആദ്യത്തെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദൻ നബി എന്ന് തന്നിട്ടുണ്ട്. ഉത്തരം ആദൻ നബി. 4 തൗറാത്ത് ഇറക്കപ്പെട്ടത് മൂസാ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം. ഉത്തരം മൂസാ നബി അലൈഹിസ്സലാം. 5 നമുക്ക് കാണാൻ കഴിയില്ല. മലക്കുകളെ, മനുഷ്യരെ. ആരെയാണ്? മലക്കുകളെയാണ് അല്ലേ? അപ്പോൾ മലക്കുകൾ എന്നുള്ള കോളത്തിൽ ശരിയിട്ട് കൊടുക്കുക. അടുത്ത ചോദ്യം അർത്ഥം എഴുതാം. 1 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളെ 2ാമത്തെ പാഠത്തിൽ ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല. 2 ഇൻഷാ അള്ളാഹ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് 4ാമത്തെ ചോദ്യം 4 പ്രധാനികളായ മലക്കുകളുടെ പേരുകൾ എഴുതാനാണ്. ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം. ഇവരുടെ പേരൊക്കെ എഴുതാൻ പഠിക്കണം കേട്ടോ. അക്ഷരത്തെറ്റില്ലാതെ എഴുതി പഠിക്കണം. 5ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. 1 അള്ളാഹു നമുക്ക് നടക്കാൻ ഡാഷ്. ഉത്തരം അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു എന്ന് അവിടെ എഴുതി കൊടുക്കുക. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സ് ആയപ്പോൾ ഡാഷ്. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ നുബൂവത്ത് ലഭിച്ചു. 3 മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് ഡാഷ്. ഉത്തരം മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. അപ്പോൾ വഴിപ്പെടുന്നവരാണ് എന്നവിടെ എഴുതി കൊടുക്കുക. 4ാമത്തത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ ഡാഷ്. ഉത്തരം വലിയ ഇബാദത്താണ്. 5 നബിമാരിൽ പ്രധാനികളാണ് ഡാഷ്. ആരാണ് നബിമാരിൽ പ്രധാനികൾ? മുർസലുകൾ. അടുത്ത ചോദ്യം ഉത്തരം എഴുതാം. 1 നമ്മുടെ നബിയുടെ പേരെന്ത്? ഉത്തരം നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ആരാണ് മലക്കുകൾ? ഉത്തരം പ്രകാശത്താൽ അള്ളാഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. 3 ആരാണ് നബിമാർ? ഉത്തരം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. 6ാമത്തെ പാഠത്തിലുണ്ട്. അടുത്ത ചോദ്യം ഈ ലോകം നശിക്കും എപ്പോൾ? ഉത്തരം ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത്. 5ാമത്തെ ചോദ്യം ആരാണ് മുഅ്മിനുകൾ? ഉത്തരം ഈമാൻ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ. അടുത്ത ചോദ്യം വിട്ടുപോയ കോളങ്ങൾ പൂർത്തിയാക്കുക. നബിമാർ, കിതാബുകൾ, നബിമാർ, ഏടുകൾ എന്നാണ് പട്ടിക തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. 1 മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കിതാബ് ഏത് കിതാബാണ് കിട്ടിയിട്ടുള്ളത്? തൗറാത്ത്. 2 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിക്ക്, നമ്മുടെ മുത്തുനബിക്ക് ഏത് കിതാബാണ് കിട്ടിയിട്ടുള്ളത്? ഖുർആന്. 3 ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബിക്ക് ഏത് കിതാബാണ്? ഇഞ്ചീല്. 4
ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് അലൈഹിസ്സലാമിന് ഏത് കിതാബാണ്? സബൂർ. അത് എഴുതാൻ പഠിക്കണം കേട്ടോ. അടുത്തത് നമുക്ക് ഏടുകൾ കിട്ടിയത് നോക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാം എത്ര ഏടുകളാണ് കിട്ടിയിട്ടുള്ളത്? 10 ഏടുകൾ. അടുത്തത് ഇദ്രീസ് അലൈഹിസ്സലാം 30 ഏടുകൾ. അടുത്തത് ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാമിന് 10 ഏടുകൾ. അടുത്തത് ഷീസ് അലൈഹിസ്സലാം 50 ഏടുകൾ. പട്ടിക നമ്മുടെ 5ാമത്തെ പാഠത്തിൽ പേജ് നമ്പർ 12 എല്ലാവരും ആ പട്ടിക നന്നായിട്ട് എഴുതി പഠിക്കണം. അതിൽ നിന്ന് ഒരുപാട് രീതിയിൽ ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുണ്ട്. യോജിപ്പിക്കാനും എഴുതി കൊടുക്കാനും ഒക്കെ വരുന്നതാണ്. അടുത്ത ചോദ്യം 8ാമത്തത് വേർതിരിക്കാം. അള്ളാഹു, സക്കാത്ത്, ഖദർ, നോമ്പ്, അന്ത്യദിനം, നിസ്കാരം, കിതാബുകൾ, മുർസലുകൾ, ഷഹാദത്ത് കലിമ, ഹജ്ജ് എന്ന് തന്നിട്ടുണ്ട്. അതിൽ ചെയ്യേണ്ടവ എന്നുള്ളതുണ്ട്, വിശ്വസിക്കേണ്ടവ എന്നുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ കോളത്തിൽ എഴുതുക, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ താഴെയുള്ള കോളത്തിൽ എഴുതുക. നമുക്ക് നോക്കാം. അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ അള്ളാഹു എന്ന് വിശ്വസിക്കേണ്ടവ എന്ന കോളത്തിൽ എഴുതി കൊടുക്കുക. 2 സക്കാത്ത് ചെയ്യേണ്ടവയാണ്. 3 ഖദറിലുള്ള വിശ്വാസം വിശ്വസിക്കേണ്ടവയിൽ എഴുതുക. 4 നോമ്പ് നമ്മൾ ചെയ്യേണ്ടതാണ്. 5 അന്ത്യദിനത്തിൽ വിശ്വസിക്കേണ്ടതാണ്. 6 കിതാബുകളിൽ വിശ്വസിക്കണം. നിസ്കാരം ചെയ്യേണ്ടതാണ്. മുർസലുകളിൽ വിശ്വസിക്കണം. ഷഹാദത്ത് കലിമ ചെയ്യേണ്ടതാണ്. ഹജ്ജ് ചെയ്യേണ്ടതാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ജസാക്കല്ലാഹ് ഖൈർ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.